കൊള്ളാം. എന്റെ മക്കളും അവരുടെ അപ്പച്ചിയൊക്കെ ചേർന്ന് നടത്തിയ ഈ ഗൂഢാലോചന എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു നാടകം പ്രാക്ടീസ് ചെയ്യായിരുന്നു അല്ലേ ബേട്ടാ, അല്ലേ ബേട്ടി? അതെ ഭയ്യ, അടുത്ത ഓണത്തിന് ക്ലബിൽ അവതരിപ്പിക്കാൻ. ഓണം കേരള കാ ബഹുത് ബഡാ ഉത്സവ് ഹേ. നിങ്ങളുടെ നാടകം ഓണത്തിന് മാവേലിയുടെ അടുത്ത് മതി, എന്റെ മുമ്പിൽ വേണ്ട. പോലീസിന്റെ പിടിയിലായ ആര്യന്റെ ഫ്രണ്ട്സും ചൈത്രയുടെ ഗുണ്ടകളും എല്ലാം തുറന്നു പറഞ്ഞു. ആര്യൻ ബേട്ടയും ചൈത്ര ബേട്ടിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? കോയി പരേശാനി ഹേ? പുലി വരുന്നേന്ന് എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു കുട്ടിയുടെ കഥ കേട്ടിട്ടില്ലേ? അവസാനം പുലി വന്നപ്പോ അവനെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ല. അതുപോലെ ആവും നിങ്ങളുടെയൊക്കെ ജീവിതവും. ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു ആവശ്യം വന്നാലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. അല്ലെങ്കിൽ എന്നാ ഡാഡി ഞങ്ങളെ പരിഗണിച്ചിട്ടുള്ളത്? എന്നാ ഡാഡി ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്? മമ്മി മരിച്ചതിന് ശേഷം ഞങ്ങളെ ഈ ആന്റിയുടെ കൈകളിൽ ഇട്ടുകൊടുത്ത് ഡാഡി ഭയങ്കര ബിസിയായി. കാശാണ് ദൈവമെന്ന് പഠിച്ചാ ഞങ്ങൾ വളർന്നത്. അങ്ങനെ പഠിപ്പിച്ചത് ഡാഡിയാ. തൽക്കാലം ആ മൈൻഡ് സെറ്റ് മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാറാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. കാശിന് ആവശ്യമുണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും ഡാഡി പരിഗണിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ അടുത്ത ചതി ഉടനെ പ്രതീക്ഷിക്കാം. ബിക്കോസ് ഐ നീഡ് മണി. ഞാനത് നേടിയിരിക്കും അറ്റ് എനി കോസ്റ്റ്. കൂടുതൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ 3 പേരും ഇവിടെ നിന്ന് മുങ്ങി. ആ ദിവ്യപ്രഭയെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയ അത്രയും മാറ്റം മക്കൾക്കുണ്ടാവും. കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സ്വാമി. എല്ലാം എന്റെ തെറ്റാണ്. മായ പോയി കഴിഞ്ഞപ്പോ ബിസിനസ്സൊക്കെ വേണ്ടാന്ന് വെച്ച് ഞാൻ എന്റെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അന്നത് ശരിയായിരുന്നു. പക്ഷേ അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് ഇപ്പോഴാ ബോധ്യമാവുന്നത്. എസ് പി ഇതൊന്നും കേട്ട് റിഗ്രറ്റ് ആവണ്ട. സ്വയം ന്യായീകരിക്കാൻ മക്കൾ കണ്ടെത്തുന്ന ഓരോ കാരണങ്ങളാ. അതിലപ്പുറം ഇപ്പൊ കേട്ട വർത്തമാനത്തിന് കൂടുതൽ ഗൗരവമൊന്നും കൊടുക്കണ്ട. ആര്യന്റെ പ്ലാൻ പൊളിച്ചത് ഏതോ ഇൻഷുറൻസ് ഏജന്റ് സത്യവതിയാണെന്ന് പറയുന്നത് താൻ കേട്ടില്ലേ? പക്ഷെ നമ്മൾ കണ്ടത് അർജുന്റെയും ധ്വനിയുടെയും മണ്ടത്തരം കൊണ്ട് പ്ലാൻ പൊളിഞ്ഞതായിട്ടാണല്ലോ. ഏതായാലും ആ സത്യവതി ആരാണെന്ന് താനൊന്ന് അന്വേഷിക്കേ. സത്യവതി പേര് കേട്ടിട്ട് കുറച്ച് പ്രായമായ സ്ത്രീയാണെന്ന് തോന്നുന്നു.